ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ പുതുപുത്തൻ വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ശരിയാണ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാം. എല്ലാവർക്കും ഇന്നത്തെ ദിവസം അടിപൊളിയാവട്ടെ. പക്ഷെ എനിക്കും എല്ലാം അടിപൊളിയൊന്നുമില്ല കേട്ടോ. ശബ്ദത്തിന് ഒരു അച്ചടപ്പൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരു എന്തെങ്കിലും ഡിസ്റ്റർബൻസ് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ചേക്കണം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ആ വിശദമായ കഥയിലേക്ക് പോകാം. അങ്ങനെ നമ്മുടെ ഗീതു കോർട്ടിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഭർത്താവിൻ്റെ ഒരു രണ്ടാനമ്മയുണ്ട്, എന്നെ കണ്ണെടുത്താൽ കണ്ടുവിടാം. അവരുടെ ഒത്താശയോടെയാണ് ഈ വ്യാജരേഖ ഉണ്ടാക്കിയതെന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. അപ്പോഴേക്കും നമ്മുടെ രാധിക വരുണിൻ്റെ ചെവിയിൽ ഇങ്ങനെ പറയുകയാണ്, ഇത് ഭദ്രൻ്റെ ചതിയാം. അപ്പോൾ ജഡ്ജി പറഞ്ഞു, കോടതിയിൽ ആർക്കും എതിരെ ആരോപിച്ചിട്ട് കാര്യമില്ല, തെളിവ് വേണം. ഇക്കാര്യത്തിൽ കോടതി തന്നെ ഒരു അന്വേഷണത്തിന് ഉത്തരവിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യഥാർത്ഥ പ്രതിയെ കസ്റ്റഡിയിലെടുക്കാൻ സാധിക്കും എന്ന് ഗീതു ഇങ്ങനെ പറഞ്ഞു കേട്ടോ. കോടതി പിരിയുന്നതിന് മുമ്പ് മിക്കവാറും അമ്മേനെ പോലീസ് അറസ്റ്റ് ചെയ്യും എന്ന് ഇങ്ങനെ വരുൺ പറയുകയാണ് രാധികയുടെ ചെവിയിൽ. നീ എന്നെ പേടിപ്പിക്കല്ലേ. അപ്പോഴേക്കും നമ്മുടെ ഗോവിന്ദനോട് രമേശൻ വക്കീൽ പറയാണ്, ഞാൻ ഈ അടുത്ത് അടിയടിക്കാൻ പോവാം, അതോ എൻ്റെ തലയ്ക്കാവരുത് എന്ന് ഗോവിന്ദ്. ഇതിൽ ഞാൻ പിടിക്കും. ഒബ്ജെക്ഷൻ യുവർ ഓണർ. അപ്പോഴേക്കും ജഡ്ജി ചോദിച്ചു, എന്തിന്? എൻ്റെ കക്ഷിയുടെ അമ്മയുടെ സ്ഥാനത്തുള്ള ഒരാളെ സംശയത്തിൻ്റെ നിഴലിൽ നിർത്തിയതിന്. അപ്പോഴേക്കും ജഡ്ജി പറഞ്ഞു, സംശയം ഇവിടെ എടുക്കില്ല എന്ന് ഞാൻ പറഞ്ഞത് വക്കീൽ കേട്ടതല്ലേ. അപ്പോൾ വക്കീൽ പറഞ്ഞു, അന്വേഷണമൊക്കെ നടന്നോട്ടെ, പക്ഷേ അതിനു മുമ്പ് മനോരോഗിയായ ഈ ഭാര്യയുടെ കയ്യിൽ നിന്നും എൻ്റെ കക്ഷിയെ രക്ഷിച്ചെടുക്കണം. ഡിവോഴ്സ് കിട്ടുന്നത് വരെ രണ്ടുപേരും രണ്ടിടത്ത് താമസിക്കാനായിട്ട് കോടതി ഉത്തരവിടണം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും, പിന്നെന്തിനാ ഡിവോഴ്സ്? അല്ല, മാനസിക നില തെറ്റിയ ഭാര്യയുടെ കൂടെ കഴിഞ്ഞാൽ എൻ്റെ കക്ഷിയുടെ സമനില തെറ്റിയാലോ? അപ്പോഴേക്കും ഗീതു പറഞ്ഞു, കുറച്ച് നേരമായോ യുവർ ഓണർ മാനസിക രോഗി സമനില തെറ്റിയവളെന്നൊക്കെ വിളിക്കുന്നു. പക്ഷേ വെറും ആരോപണമല്ലാതെ ഞാനൊരു മെൻ്റൽ പേഷ്യൻ്റ് ആണെന്ന് തെളിയിക്കാനുള്ള എന്ത് തെളിവാണ് വക്കീലിൻ്റെ കയ്യിലുള്ളത്? അപ്പോഴേക്കും രമേശ് പറഞ്ഞു, ഗീതാഞ്ജലി ബാംഗ്ലൂരിലെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് രേഖപ്പെടുത്തി പോകുമ്പോൾ ആ ഡിസ്ചാർജ് സമ്മറിയിൽ ഒരു പ്രത്യേക കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്, അത് ഞാനിവിടെ ഏൽപ്പിച്ചിട്ടുമുണ്ട് എന്ന് പറഞ്ഞിട്ട് അത് കൊടുക്കുകയാണ്. ജഡ്ജി അത് നോക്കി കഴിഞ്ഞപ്പോൾ, ശരിയാണ്, ഇതിനകത്ത് മെൻ്റൽ ഡിസോർഡറിനുള്ള ചാൻസ് ഉണ്ടെന്ന് എഴുതിയിട്ടുണ്ടല്ലോ, സൈക്കാട്രിസ്റ്റിനെ കാണിക്കേണ്ടെന്ന് ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോഴേക്കും വരുൺ രാധികയോട് ചെവിയിൽ ഇങ്ങനെ പറയുകയാണ്, അമ്മ ഉദ്ദേശിച്ചെടുത്ത് തന്നെ അവളെ കൊണ്ട് കെട്ടിയില്ലേ, അപ്പോൾ സൈക്കാട്രിസ്റ്റിനെ കാണിച്ചായിരുന്നു എന്ന് ചോദിച്ചപ്പോഴേക്കും, ഒബ്ജക്ഷൻ യുവർ ഓണർ, അത് ശരിയല്ല. അന്ന് എന്നെ ചികിത്സിച്ച മാത്യു ചെറിയാൻ ന്യൂറോ സർജനാണ്. അദ്ദേഹത്തെ വിസ്തരിക്കാനായിട്ട് കോടതി ഹാജരാക്കാനായിട്ട് ഇവർക്ക് സാധിക്കുമോ? അപ്പം ബാംഗ്ലൂരിലുള്ള ഡോക്ടർ മാത്യു ചെറിയാനെ നിങ്ങൾക്ക് ഹാജരാക്കാൻ പറ്റുമോ? അപ്പോഴേക്കും ഗോവിന്ദ് പറഞ്ഞു, മാഡം ഏറ്റവും തിരക്കുള്ള ഒരു ന്യൂറോ സർജനാണ്, അങ്ങനെ ഒരാളെ ഇങ്ങോട്ടേക്ക് വിളിച്ച് വരുത്താൻ അത് അസൗകര്യമുണ്ട്. അപ്പോഴേക്കും ഗീതു പറഞ്ഞു, അതെ, അസൗകര്യമുണ്ട്. ഗീതു ഒരു പെൻഡ്രൈവ് എടുക്കുവാണ് കേട്ടോ. ആ പെൻഡ്രൈവിൽ പറഞ്ഞു, ബഹുമാനപ്പെട്ട കോടതി, ആ ഡിസ്ചാർജ് സമ്മറിയിൽ പരാമർശിച്ചിരിക്കുന്നത് ഒരഭിപ്രായം മാത്രമാണ് എന്ന്, ആ അഭിപ്രായം മാത്രമാണ്, അത് തെറ്റാണെന്ന് തെളിയിക്കുന്ന ഒരു വീഡിയോ ക്ലിപ്പാണിത്. ഇത് പരിശോധിച്ച ശേഷം ഒരു തീരുമാനം എടുക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. ഗോവിന്ദും രാധികാമ്മയും വരുണും ഒക്കെ പരസ്പരം ഇങ്ങനെ നോക്കുകയാണ്, ഇതുള്ളതാണോ അല്ലയോ എന്ന്. എന്തായാലും എന്താണ് സംഭവിച്ചതെന്ന് അന്നേരം പിന്നെ കാണിക്കുന്നുണ്ട്. അതായത് ആ പെൻഡ്രൈവിനുള്ളിൽ എങ്ങനെ ആ സാധനം വന്നു എന്ന് നമ്മളെ കാണിക്കുന്നുണ്ട്. വിജയലക്ഷ്മി ഗീതും കൂടി സംസാരിച്ചിട്ടാണല്ലോ ഇവരുടെ കോടതിയിലേക്ക് പോരുന്നത്. ആ കോടതിയിലേക്ക് പോരുന്നതിന് മുമ്പ് നമ്മുടെ ഗീതു വിളിച്ച് ആ ന്യൂറോ സർജൻ മാത്യു ചെറിയാനെ വിളിക്കുകയും ഇങ്ങനെ മെൻ്റൽ ഡിസോർഡറിൻ്റെ കാര്യമൊക്കെ ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. ഡിസ്ചാർജ് സമ്മറിയിൽ എഴുതിയിരുന്നത് ഇപ്പോൾ ഒരു കേസുമായി ബന്ധപ്പെട്ട സാറിന് ഇവിടെ വരെ ഒന്ന് വരാൻ പറ്റുമോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോഴേക്കും, അയ്യോ, എനിക്ക് കുറച്ച് തിരക്കുണ്ടല്ലോ. അപ്പോൾ വിജയലക്ഷ്മി ഫോൺ മേടിച്ചിട്ട് പറഞ്ഞു, സാറിന് ഞാൻ വിജയലക്ഷ്മിയാണ് സാർ, എത്ര തിരക്കുണ്ടായാലും ഡോക്ടർക്ക് എത്ര തിരക്കുണ്ടായാലും എന്ത് എക്സ്പെൻസ് ആയാലും ഞാൻ മുടക്കിക്കോളാം. അപ്പോൾ എനിക്ക് തിരക്കായിട്ടാണ്, 2 സർജറി ഉണ്ട്, അത് തെറ്റാണെന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള തെളിവ് ഞാൻ തന്നാൽ പോരെ, അല്ലെങ്കിൽ ഞാനൊരു ഓൺലൈനിൽ വന്നിട്ട് ഞാനങ്ങ് പറഞ്ഞാൽ പോരെ ഇതിങ്ങനെ ചോദിക്കുക. അപ്പോൾ ഓൺലൈനിൽ വന്നിട്ട് പറയുന്നതിന് മുമ്പായിട്ട് ഞങ്ങൾക്കൊരു വീഡിയോ തരാമോ അതിൻ്റെ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, അതിനെന്താ ഞാൻ വീഡിയോ തരാമെന്നും പറഞ്ഞിട്ട് നമ്മുടെ ഈ മാത്യൂസ് ചെറിയാൻ വീഡിയോ അയച്ചു കൊടുക്കുകയാണ്. മാത്യൂസ് ചെറിയാൻ മാത്രമല്ല, അവിടുത്തെ ഒരു നേഴ്സും കൂടി ഗീതുവിന് മെൻ്റൽ ഡിസോർഡറൊന്നും ഇല്ല എന്ന രീതിയിലൊരു വീഡിയോ അയച്ചു കൊടുക്കുന്നുണ്ട്. ഈ വീഡിയോയാണ് അവിടെ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് ഡോക്ടർ പറയുന്നുണ്ട്, ഗീതുവിനെ 15 ദിവസം ചികിത്സിച്ചൊരു ഡോക്ടർ എന്ന നിലയിൽ ഗീതുവിന് യാതൊരുവിധ മെൻ്റൽ പ്രോബ്ലംസും ഇല്ല. പിന്നെ പോകുന്നതിന് മുമ്പ് ഞാൻ ഗോവിന്ദ് മാധവനോട് പറഞ്ഞിരുന്നു, ആത്മഹത്യാ ടെൻഡൻസി, സൂയിസൈഡ് ടെൻഡൻസി ഉള്ളൊരു ആ ഒരു കാര്യം ഞാൻ പറഞ്ഞിരുന്നു, ഒന്ന് സൂക്ഷിക്കണമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ടാണ്
ഗോവിന്ദൻ്റെ അമ്മ വന്നിട്ട് രാധിക മാധവ് ഇവിടെ വന്നിട്ട് എന്നോട് പറയുന്നത് സൈക്കാട്രിസ്റ്റിനെ ഇങ്ങനെ കാണിക്കണം, അതിന് വേണ്ടിയിട്ട് ഒരു ഡിസ്ചാർജ് സമ്മറിയിലൊന്ന് സൂചിപ്പിച്ചോളാനായിട്ട് പറഞ്ഞതാണ്. അതുകൊണ്ട് മാത്രമാണ് ഞാനിത് രേഖപ്പെടുത്തിയത്. ഇത് കഴിഞ്ഞിട്ട് അപ്പോൾ എല്ലാവരും അന്തം വിട്ടിങ്ങനെ നിൽക്കുക. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടൊരു നേഴ്സും വന്നിട്ട് പറയുന്നുണ്ട് 15 ദിവസം വന്നിട്ടെന്ന് പറഞ്ഞാൽ വീഡിയോയിൽ വന്നിട്ട് 15 ദിവസം ഗീതു മേഡത്തെ ചികിത്സിച്ചൊരു ഡോക്ടർ, ഒരു നേഴ്സ് എന്ന നിലയിൽ, കൂടെ ഉണ്ടായിരുന്ന ഒരാളെന്ന നിലയിൽ ഗീതു മേഡത്തിന് ഒരു കുഴപ്പമില്ലാന്ന് ഇതൊക്കെ കേട്ടു. രാധിക കളി പോയി ഇങ്ങനെ ഇരിക്കുക. ഗോവിന്ദ അന്തം വിട്ട് രാധിക ഇങ്ങനെ നോക്കുന്നുണ്ട്. അമ്മയെ പെട്ടു. അമ്മ ഒരു കാര്യം ചെയ്ത്, അമ്മ വക്കീലിനെ വിളിച്ചിട്ട് മുൻകൂർ ജാമ്യം എടുക്കാനുള്ള പരിപാടി വല്ലതും നോക്കുക, അതായിരിക്കും അമ്മയ്ക്ക് നല്ലത്. അപ്പോൾ ഗീതു പറഞ്ഞു, എനിക്കെതിരെ എതിർകക്ഷികൾ 1 അല്ല 2 വ്യാജരേഖകൾ സൃഷ്ടിച്ചു, അത് വ്യക്തമല്ല യുവർ ഓണർ. ഇനിയും ആർക്കെങ്കിലും സംശയം ബാക്കിയുണ്ടായെങ്കിൽ ഞാൻ ഞാൻ മനോരോഗ പരിശോധനയ്ക്ക് തയ്യാറാണ് എന്ന് ഗീതു പറയാണ്. അപ്പോഴേക്കും ജഡ്ജി രമേശൻ വക്കീലിനോട് ചോദിക്കുകയാണ്, ഇത്രയും ബുദ്ധിയും ഓർമ്മശക്തിയുമുള്ള ഈ പെൺകുട്ടിക്കാണോ മാനസിക വിഭ്രാന്തി ഉണ്ടെന്ന് പറഞ്ഞത്? അപ്പോഴേക്കും വക്കീൽ വായും പൊളിച്ചിങ്ങനെ നിൽക്കുക കേട്ടോ. ഒന്ന് ഉറപ്പിച്ച് ചോദ്യം ചോദിച്ചാൽ നിന്ന് വറയ്ക്കുന്ന വക്കീലാണ് ഈ രാധികാമ്മയ്ക്ക് കിട്ടിയുള്ളൂ. രാധികാമ്മയാണെങ്കിൽ മുൻകൂർ ജാമ്യം എടുക്കാനായിട്ട് രമേശിനെ കൈയും കാലും ഒക്കെ കാണിക്കുകയാണ്. ഇത് ജഡ്ജി കാണുകയും ചെയ്തു. എന്താ അവിടെ ഒരു കഥകളി മുദ്രകളൊക്കെ കാണിക്കുന്നത്? അയ്യോ നാണം കെട്ട് നമ്മുടെ രാധിക. അയ്യോ ഒന്നുമില്ല മാഡം, സോറി എന്നും പറഞ്ഞിട്ട് അവിടെ ഇരിക്കുകയാണ്. അപ്പോഴേക്കും നമ്മുടെ വക്കീൽ ചാടി കഴിഞ്ഞിട്ട് എന്തോ ഓർത്തിട്ടെന്നല്ല, യുവർ ഓണർ കഴിഞ്ഞില്ലേടോ ഇതുവരെ. ഗീതാഞ്ജലിക്ക് മനോരോഗമുണ്ടെന്നും ഒരു സൈക്യാട്രിസ്റ്റിനെ കൊണ്ട് സ്ഥിരീകരിക്കണം. അപ്പോഴേക്കും ജഡ്ജി ചോദിച്ചാൽ അത് ഞാൻ ചെയ്യണോ? വേണ്ട, അത് ഹസ്ബൻഡ് തന്നെ ചെയ്തോളും. പക്ഷേ മാനസിക വിഭ്രാന്തിയേക്കാൾ കുടുംബജീവിതത്തിൽ ഇവർ തികഞ്ഞ പരാജയങ്ങളാണ്. ഗീതാഞ്ജലി വളരെ ശോകമാണ് ഇവരുടെ ആ ഒരു ദാമ്പത്യ ജീവിതം തന്നെ എന്നൊക്കെ വക്കീൽ പറയുകയാണ്. അപ്പോഴേക്കും ഗോവിന്ദ് അന്തം വിട്ടിങ്ങനെ നോക്കുക. കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ലല്ലോ, ഗീതാഞ്ജലി ഒരു ഭാര്യയുടെ കടമകൾ നിറവേറ്റുന്നില്ല എന്ന് വക്കീൽ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും വക്കീൽ പറഞ്ഞത് ശരിയാണോ എന്ന് ഗോവിന്ദനോട് ചോദിക്കുക. അങ്ങനെ ഭാര്യയുടെ കടമകൾ അതെങ്ങനെയാ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഗീതു പറഞ്ഞു, വക്കീൽ പറഞ്ഞത് വാസ്തവ വിരുദ്ധമാണ് യുവർ ഓണർ, വാസ്തവ വിരുദ്ധമാണ്. ഞാനൊരു ഭാര്യയുടെ കടമകൾ കൃത്യമായിട്ട് ചെയ്യുന്നില്ലേ എന്ന് ഗോവിന്ദനോട് ചോദിച്ചപ്പോൾ അതൊക്കെ നിൻ്റെ അടവല്ലേ? അപ്പോഴേക്കും ചോദിച്ചാൽ ഗീതുവിനോട് പറയുകയാണ്. അപ്പോഴേക്കും ജഡ്ജി പറഞ്ഞു, അങ്ങോട്ടല്ല ഇങ്ങോട്ട് എന്നെ നോക്കി പറ മാഡം, ഇവിടെ എപ്പോഴും ഭാര്യയായിട്ട് അഭിനയിക്കുകയാണ് മാഡം, ഭാര്യയുടെ കടമകളൊന്നും ഇവിടെ നിറവേറ്റുന്നില്ല. അപ്പോഴേക്കും നമ്മുടെ വക്കീൽ ചോദിച്ചു, നമ്മുടെ ഗീതു വക്കീൽ ചോദിച്ചു, ഭാര്യയുടെ കടമകൾ പാലിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ കാട് കയറാതെ യെസ് ഓർ നോ, ഞാൻ ഭാര്യയുടെ കടമകൾ പാലിക്കുന്നില്ലേ എന്ന് ചോദിച്ചപ്പോഴേക്കും ഗോവിന്ദ് പറഞ്ഞു നോ. രാവിലെ വിളിച്ചുണർത്തി ചായ തരുന്നില്ലേ? അപ്പോഴേക്കും ഗോവിന്ദ് മുക്കി യെസ്. യോഗ ചെയ്യാൻ കമ്പനി തരുന്നില്ലേ? യെസ്. ഞാനേ കുളിക്കാൻ സോപ്പ് വാഷും ടവലൊക്കെ എടുത്തു തരുന്നില്ലേ? ബ്രേക്ക്ഫാസ്റ്റും ടിഫിനും സപ്പറും ഒക്കെ കൂടെ നിന്ന് കഴിപ്പിക്കുന്നില്ലേ? രാത്രി ഞാൻ പാട്ടുപാടി ഉറക്കുന്നില്ലേ? അപ്പോഴേക്കും അവൻ തലയാട്ട യെസ്. അപ്പം ജഡ്ജി വായും പൊളിച്ചിരിക്കുക, ഇത്രയൊക്കെ ചെയ്യുന്നുണ്ടോ? ഓഫീസിൽ നിന്ന് വരുമ്പോൾ പൂന്തിങ്കളായിട്ട് നിൽക്കാറില്ലേ ഞാൻ പൂമുഖവാതിൽക്കൽ? അപ്പോഴേക്കും ഗോവിന്ദ് പറഞ്ഞു യെസ്. ഇതിൽ കൂടുതൽ ഈ പൂന്തിങ്കൾ എന്താ ചെയ്തു തരേണ്ടത്? ഇതിൽ കൂടുതൽ ഭാര്യയിൽ നിന്ന് നിങ്ങൾ എന്താണ് പ്രതീക്ഷിക്കുന്നത്? അപ്പം ഒരു ഭാര്യയിൽ നിന്ന് ഭർത്താവിന് കിട്ടേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്താണ് മാഡം എന്ന് ഗോവിന്ദ് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ജഡ്ജി ഒന്ന് ഞെട്ടി. ഞാൻ ആദ്യമേ പറഞ്ഞതല്ലേ ഇമ്മാതിരി വിക്രമാദിത്യനോട് ചോദിക്കുന്ന പോലെ ചോദ്യമൊന്നും ചോദിക്കരുതെന്ന് ഞാൻ പറഞ്ഞതല്ലേ. മനസമാധാനം, എനിക്ക് എൻ്റെ ഭാര്യയിൽ നിന്ന് ഒരു സമാധാനവും കിട്ടുന്നില്ല എന്ന് ഗോവിന്ദ് പറഞ്ഞപ്പോൾ അതായിരുന്നോ? ഈയിടോ ഈ മനസമാധാനം എന്ന് പറയുന്നത് ഒരാൾ തന്നെ തീരുമാനിച്ചുണ്ടാക്കാൻ പറ്റുന്നൊരു സാധനം അല്ല. അതൊഴിച്ച് ബാക്കി എല്ലാം ഭാര്യയിൽ നിന്ന് കിട്ടുന്നില്ലേ? ഇല്ലേ? അപ്പോഴേക്കും ഗോവിന്ദ് പറഞ്ഞു യെസ്. പിന്നെ എന്താടാ പ്രശ്നം? എന്തിനാ ഡിവോഴ്സ്? അപ്പം വക്കീൽ പറഞ്ഞു, ഇത് മാത്രമല്ല മറ്റാരോഗ്യ പ്രശ്നങ്ങളുണ്ട്. നിങ്ങളുടെ കക്ഷിയുടെ ആരോഗ്യ പ്രശ്നങ്ങളെ പരിഹരിക്കലൊന്നും അല്ല കോടതിയുടെ പണി. ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, ഇങ്ങോട്ടാണോ വരേണ്ടത്? വക്കീൽ പിന്നെ ഒന്നും മിണ്ടിയില്ല കേട്ടോ. ഈ കേസ് 10-ാം തീയതിയിലേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും രാധികയും വരുണും എളുപ്പരായിട്ട് ഇങ്ങനെ നിൽക്കുക. അതിനു മുമ്പ് വ്യാജരേഖ ഉണ്ടാക്കിയത് ആരാണെന്ന് കണ്ടുപിടിക്കാൻ പോലീസിന് നിർദ്ദേശം കൊടുക്കുക. ഇതൊരു ഇടക്കാല ഉത്തരവായിട്ട് കണക്കാക്കണം. അപ്പോഴേക്കും നമ്മുടെ ഗീതു പറഞ്ഞു, ഒരു അപേക്ഷയും കൂടി ഉണ്ട് യുവർ ഓണർ. ഒരപേക്ഷയോ? ഞാനൊരു ഭാര്യയുടെ കടമകളെല്ലാം ചെയ്തിട്ടും എൻ്റെ ഭർത്താവിൻ്റെ ബെഡ്റൂമിലേക്ക് പ്രവേശിപ്പിക്കുന്നില്ല. അല്ലേ? അതെന്താടോ അത്?
അപ്പോഴേക്കും ഗോവിന്ദ് വെള്ളം വിഴുങ്ങിങ്ങനെ നിൽക്കുക, എന്തോ പറയണമെന്നറിയാൻ പാടില്ലാതെ. എനിക്ക് ആ റൂമിൽ കയറാനും ഭർത്താവിൻ്റെ ഒപ്പം കഴിയാനുമുള്ള അനുമതി എങ്ങനെയും മേടിച്ചു തരണം. മിസ്റ്റർ ഗോവിന്ദ് മാധവ്, നിങ്ങൾ ഭാര്യയെ ജോലിക്കാരിയായിട്ടാണോ പരിഗണിക്കുന്നത്? അപ്പോൾ ഞാൻ ഗീതുവിന് എല്ലാ റെസ്പെക്റ്റും കൊടുക്കുന്നുണ്ട് മാഡം. അപ്പോഴേക്കും ജഡ്ജി ചോദിച്ചു, അല്ല ഈ ഭാര്യയ്ക്ക് റെസ്പെക്റ്റ് മാത്രം കൊടുത്താൽ മതിയോ? അതാണോ കൊടുക്കേണ്ടത്? അപ്പോഴേക്കും ഗീതു പറഞ്ഞു, കണ്ണേട്ടനെ കുറ്റപ്പെടുത്തല്ലേ യുവർ ഓണർ. അയ്യോ വയ്യ എന്നും പറഞ്ഞ് നമ്മുടെ ജഡ്ജി, ഇദ്ദേഹത്തിൻ്റെ രണ്ടാനമ്മയാണ് എനിക്ക് ആ മുറിയിലേക്കുള്ള പ്രവേശനം നിഷേധിച്ചത്. ഈ രണ്ടാനമ്മ ഇടക്ക് കയറി ഇടപെട്ടിട്ടാണ് ഇത്രയും പ്രശ്നമൊക്കെ ഉണ്ടാകുന്നത്. അപ്പോഴേക്കും നമ്മുടെ ജഡ്ജി ചോദിച്ചു, ഗോവിന്ദ്, നിങ്ങളുടെ രണ്ടുപേരുടെ ബന്ധത്തിനിടയ്ക്ക് ഈ രണ്ടാനമ്മ എന്തിനാ എത്തി നോക്കണത്? രണ്ടാനമ്മയ്ക്ക് എന്താ കാര്യം? അപ്പോഴേക്കും ഗോവിന്ദ് പറഞ്ഞു, എൻ്റെ അമ്മ അങ്ങനെ ചെയ്യത്തില്ല. അതാ കിടക്കണോ? നിങ്ങളുടെ ഭാര്യ ബെഡ്റൂമിൽ കയറുന്നതിന് നിങ്ങൾക്ക് എതിർപ്പുണ്ടോ? എനിക്ക് ആലോചിക്കാൻ കുറച്ച് സമയം വേണം മാഡം എന്ന് ഗോവിന്ദ് എന്ത് പറയണമെന്ന് അറിയത്തില്ല കേട്ടോ. അപ്പോഴേക്കും സ്വന്തം ഭാര്യ ബെഡ്റൂമിൽ കയറാനായിട്ട് ഇത്രമാത്രം ആലോചിക്കണമെങ്കിൽ മറ്റു കാര്യങ്ങൾക്ക് എന്തുമാത്രം ആലോചിക്കുമായിരിക്കും? ആലോചിക്കട്ടെ, അവിടെ നിന്ന് ആലോചിക്കുക. ഈ ആലോചന തന്നെയാണ് പല കുടുംബങ്ങളും തകരാനായിട്ടുള്ള കാരണം. അതെ, ഞാൻ ഒരു ഓർഡർ ഇടുക, ഇന്ന് മുതൽ ദമ്പതികൾ രണ്ടും ഒന്നിച്ച് ഒരു ബെഡ്റൂമിൽ തന്നെ താമസിക്കണം. എൻ്റെ പൊന്നു, കോടതി ഇടക്കാലം ഉത്തരവിടുക. ഗോവിന്ദ് വായും വിളിച്ചിങ്ങനെ നിൽക്കുക. ഇതിനാണോ ഭഗവാനെ ഞാൻ ഇതിനെയും കൊണ്ട് ഇങ്ങോട്ട് വന്നത് എന്നാണ് രാധികാമ്മ ചിന്തിക്കുന്നത്. എന്തായാലും ഗീതുവിന് ഒത്തിരി സന്തോഷമായിട്ടോ. ഈ ഉത്തരവ് തെറ്റിച്ചു കഴിഞ്ഞാൽ, ഭർത്താവ് തെറ്റിച്ചാൽ ഭാര്യയ്ക്ക് നിയമസഹായം തേടാവുന്നതാണ്. അപ്പോഴേക്കും രാധികാമ്മയോട് ചോദിച്ചു, ഇനി എന്തിനാ അവിടെ ഇരിക്കണത്? ഞാൻ പോവാ എന്നും പറഞ്ഞു വക്കീൽ നമ്മുടെ വരുൺ എഴുന്നേറ്റ് പോവാം. അപ്പോൾ ജഡ്ജി രമേശൻ വക്കീലിനോട് ചോദിക്കുക, രമേശൻ വക്കീലെ, LLB എടുത്ത് വെറുതെ ആയല്ലോ. അതിലും ഭേദം എൻ്റെ പ്രോഗ്രാം കാണുന്നതായിരുന്നല്ലോ, നിയമസഹായം പരിപാടി കാണുന്നതായിരുന്നില്ലേ? പിന്നെ ഗോവിന്ദ്, കൂട്ടീന്ന് ഇറങ്ങിക്കോ, അവിടെ നിൽക്കണ്ട, കൂട്ടീന്ന് ഇറങ്ങിക്കോ, അടുത്ത കേസുണ്ട്. എന്നിട്ട് നമ്മുടെ ഗീതി ചോദിച്ചു, യുവർ ഓണറിൻ്റെ ഫോൺ നമ്പർ ഒന്ന് തരാമോ? യുവർ ഓണർ ഞെട്ടിട്ടോ. എന്തിന്? അതെ, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വിളിച്ച് ചോദിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോഴേക്കും ജഡ്ജി പറഞ്ഞു, നമ്പർ വേണമല്ലേ നിനക്ക്? തരാം. അതെ, ഈ കോടതി പിരിയുന്നത് വരെ വരാന്തേ പോയി നിന്നോണം, അവിടെ പോയി നിന്നോണം, പണിഷ്മെൻറ്റ്. അത് കഴിഞ്ഞിട്ട് എൻ്റെ ചേംബറിലേക്ക് നീ വാ, നിനക്ക് വേണ്ടതൊക്കെ ഞാൻ തരാം. ഗീതു ഞെട്ടി, ഈശ്വര, ഓവർ സ്മാർട്ട് ആവുന്നോ നീയാ എന്നും പറഞ്ഞിട്ട് നമ്മുടെ ഗീതുവിന് ചെറിയൊരു പണിഷ്മെൻറ്റ്. ഗീതു എന്നും പറഞ്ഞിങ്ങനെ നിൽക്കുക. അങ്ങനെ കോടതിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഗീതു അകത്തേക്ക് കയറി വരിക. വരാന്തയിൽ നിന്നും അടുത്തോ? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ചെറിയൊരു പണിഷ്മെൻറ്റ് തന്നതാ. നിഷ്കളങ്കത ചുമന്ന് നീ എല്ലാവരെയും പരിഹസിക്കുകയാണെന്ന് എനിക്ക് ആദ്യം തന്നെ മനസ്സിലായിരുന്നു. മാഡം, ഞാൻ സീരിയസ് ആയിരുന്നു. എടി കൊച്ച, നിന്നേക്കാൾ വലിയ അടിയും തടയൊക്കെ പഠിച്ച് സംശയരോഗിയായിട്ടുള്ള ഒരു ഭർത്താവിനെ മെരുക്കി കിടത്തിയിട്ട് വരുന്ന ഞാൻ, എൻ്റെ അടുത്ത് നീ വിളച്ചിലിറക്കാൻ നിൽക്കല്ലേ. അപ്പോഴേക്കും ഗീതു പരിഗി നിൽക്കുക. നിനക്കെൻ്റെ നമ്പർ വേണം അല്ലേ? നിനക്കെൻ്റെ നമ്പർ വേണം. അപ്പോഴേക്കും ഗീതു ഒന്നും മിണ്ടുന്നില്ല. കോടതി വെച്ച് ജഡ്ജിയുടെ ഫോൺ നമ്പർ ചോദിച്ചതിനെ ഇതിനെ തൂക്കിയെടുത്ത് അകത്തിടാനുള്ള വകുപ്പുണ്ട്. അയ്യോ എന്നും പറഞ്ഞിട്ട് നമ്മുടെ ഗീതു, അതൊരു ചെറിയ പണിഷ്മെൻറ്റിൽ ഒതുക്കിയേ ഉള്ളൂ. സോറി മാഡം, എനിക്കറിയാൻ പാടില്ലായിരുന്നു, എനിക്ക് നമ്പർ വേണ്ട. ഈ നമ്പർ ചോദിച്ചാൽ എന്തിനാണെന്നൊക്കെ എനിക്ക് മനസ്സിലായി. ജഡ്ജിയുടെ നമ്പർ കയ്യിലുണ്ടെന്ന് കാണിച്ച് ഭർത്താവിൻ്റെ വീട്ടുകാരെ വരട്ടാൻ വേണ്ടിയിട്ടല്ലായിരുന്നോ? ആയിരുന്നില്ലേ? അപ്പോഴേക്കും ഗീതു പതുക്കെ ഒന്ന് ചിരിക്കുക കേട്ടോ. ഇമാതിരി പല നമ്പറുകളും കണ്ടിട്ടുള്ളവൾ തന്നെയാണ് ഞാൻ. ഗീതു കുനിഞ്ഞു കുത്തി ഇങ്ങനെ നിൽക്കുക കേട്ടോ. നേരെ നോക്കുക, ഇങ്ങോട്ട് നോക്കാൻ. അപ്പോൾ ഗീതു നോക്കി കഴിഞ്ഞപ്പോഴേക്കും, പക്ഷേ എനിക്ക് നിന്നെ ഇഷ്ടപ്പെട്ടു. കോടതിയിൽ നിൻ്റെ ആ പെർഫോമൻസ് എല്ലാം എനിക്കിഷ്ടപ്പെട്ടു. അപ്പോൾ ഗീതു ചിരിക്കുക കേട്ടോ. ഒരു സ്ട്രോങ് ചോദ്യം ചോദിച്ച് ആ ബബ്ബ വയ്ക്കുന്ന രമേശൻ വക്കീലിനെ എതിർഭാഗത്ത് കിട്ടിയത് കൊണ്ട് നീ സ്കോർ ചെയ്തു, അത്രയേ ഉള്ളൂ. ഒറ്റയ്ക്ക് വാദിച്ച് നിൽക്കാനുള്ള തൻ്റെ അടുത്തേക്ക് ഞാൻ അഭിനന്ദിക്കുന്നു. അതിന് ഞാൻ നിനക്കൊരു സമ്മാനവും തരുന്നുണ്ട്. അപ്പോൾ ഗീതു എന്താ വിട്ടെ? സമ്മാനമോ? ഒരു പെൻഡ്രൈവ് ആട്ടോ എടുത്ത് കൊടുക്കുന്നത്. അതെ, എൻ്റെ നിയമസഹായം പരിപാടിയുടെ എല്ലാ എപ്പിസോഡുകളുമുള്ള ഒരു പെൻഡ്രൈവാണ്. ഇത് കണ്ടിട്ടേ 10-ാം തീയതി വരുമ്പോഴേക്കും ഇത് കണ്ട് മൊത്തം പഠിച്ചിട്ട് വേണം വരാനായിട്ട്. അപ്പോൾ ഇതിൽ നല്ലോണക്ക് വാദിക്കാൻ. ഗീതു ടീച്ചർ ഇത് മൊത്തം കുത്തിപ്പിടിച്ചിരുന്ന് കാണണമെന്നാണ് ഗീതു ആലോചിക്കുന്നത് കേട്ടോ. പൊക്കോ, 10-ാം തീയതി കാണണം നമുക്ക്. അപ്പോഴേക്കും മാഡം ഇങ്ങനെ നീണ്ടു പോയിട്ട് എൻ്റെ കുടുംബജീവിതം ഒരു കോർട്ട് റൂം ഡ്രാമയായി പോവുക മാഡം എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, പലരുടെയും ജീവിതം ഇങ്ങനെയൊക്കെ തന്നെയാണ് എൻ്റെ കൊച്ചേ. ഇവിടെ വരുന്ന എത്രയോ ആൾക്കാരുണ്ടെന്ന് കൊച്ചിനറിയാവോ? പോകുന്നതിന് മുമ്പായിട്ട് ജഡ്ജിയുടെ നമ്പറും കൊടുക്കുകയാണ് കേട്ടോ.
പിന്നെ അത്രയ്ക്ക് അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ വിളിക്കാവുള്ളൂ, അല്ലെങ്കിൽ എപ്പിസോഡാണ് കണ്ടിട്ട് അഭിപ്രായം പറയാനേ വിളിക്കാവുള്ളൂ. അപ്പോഴേക്കും ഗീതു എന്നും പറഞ്ഞ് തലയാട്ട. ഇടക്കാല ഉത്തരവ് പോസ്റ്റലിൽ മെയിലായിട്ട് വരും കേട്ടോ. താങ്ക് യു മാഡം, വളരെ നന്ദിയുണ്ട് കേട്ടോ എന്നും പറഞ്ഞ് ഗീതു പോകാൻ തുടങ്ങാം. പിന്നെ ബെഡ്റൂമിൽ കയറാനുള്ള ഉത്തരവ് മാത്രമേ ഉള്ളൂ, അകത്ത് കയറിക്കഴിഞ്ഞാൽ എന്ത് വേണമെന്നുള്ളത് മനോധർമ്മമാണേ, മനസ്സിലായോ? അപ്പോഴേക്കും ഗീതു ചിരിക്കുക കേട്ടോ. പറഞ്ഞിട്ട് ഗീതു അപ്പോഴേക്കും വക്കീൽ പറഞ്ഞു ചെല്ലിയല്ലേ. അങ്ങനെ ഗീത കുണുങ്ങി അങ്ങ് പോവാണ്. എൻ്റെ സമയം പുറത്ത് വലിയ ചർച്ച. രാധികാമ്മ പറയാണ് ജഡ്ജിക്ക് അവളോടൊരു ചാഞ്ചാട്ടം ഉണ്ട്, ജഡ്ജി അവൾ സ്വാധീനിക്കുന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോഴേക്കും വരുൺ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഗീതുവിന് അവർ പണിഷ്മെൻറ്റ് കൊടുക്കുമായിരുന്നോ? 2 മണിക്കൂർ കോടതി വരാന്തയിൽ നിർത്തിച്ചിട്ടല്ലേ ചേംബറിലേക്ക് വിളിപ്പിച്ചത്? അതൊക്കെ നമ്മുടെ കണ്ണിൽ പൊടിയിടാനുള്ള പണിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ജഡ്ജിയെ സ്വാധീനിക്കാൻ തന്നെ അവളുടെ ലക്ഷ്യം. അപ്പോഴേക്കും ഗോവിന്ദ് പറഞ്ഞു നിങ്ങൾ ഇതൊക്കെ ഇവിടെ നിന്ന് ചർച്ച ചെയ്തിട്ട് എന്താ കാര്യം? എനിക്കറിയേണ്ടത് ഗീതുവിൻ്റെ ഫേക്ക് സൈനിട്ട് ഡിവോഴ്സിൻ്റെ കൺസേൺ കൊടുത്തത് ആരാണെന്നാണ്, എനിക്കതാണ് അറിയേണ്ടത്. അമ്മ പറഞ്ഞിട്ടാണ് ഡിസ്ചാർജ് സമ്മറിയിൽ ഗീതുവിന് മെൻ്റൽ ഡിസോർഡർ ഉണ്ടെന്നും ഒക്കെ എഴുതി ചേർത്തതെന്നൊക്കെ ഉള്ളതാണോ? ഉള്ളതാണോ ഈ പറഞ്ഞതൊക്കെ? അപ്പോഴേക്കും രാധിക ഒന്ന് ഞെട്ടി കേട്ടോ. മോനെ, നിൻ്റെ ഭാര്യ ഭ്രാന്തിയാണെന്ന് ഞാൻ പറയുമോ കണ്ണാ? എനിക്കങ്ങനെ പറയാൻ സാധിക്കുമോ? ഇതൊക്കെ കള്ളവാ, ഗീതുവായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് എന്ന് കരുതിയിട്ട് അവൾ മാനസിക രോഗിയാക്കി ഭ്രാന്താശുപത്രിയിൽ അടയ്ക്കാൻ വേണ്ടിയിട്ടല്ല, ഏറ്റവും മികച്ച ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ശ്രമിച്ചത്. ഇതൊക്കെ പച്ചക്കള്ളം, അവളെല്ലാം തെറ്റിദ്ധരിച്ചിട്ട് ചെയ്യുന്നതാണ് എന്നൊക്കെ ഇങ്ങനെ പറയാം കേട്ടോ. അപ്പോൾ ഇത് ഡോക്ടറിനെ സ്വാധീനിച്ച് പറയിപ്പിച്ചതാണ്. അപ്പോൾ എന്നിട്ട് പറഞ്ഞു വിജയലക്ഷ്മിക്ക് അവിടെയുള്ള സ്വാധീനം നിനക്കറിയാലോ, അവിടെ വെച്ച് ഓപ്പറേറ്റ് ചെയ്തതാ. ഓക്കെ, അങ്ങനെ ഒരു സ്വാധീനത്തിൽ ഡോക്ടർ ഗീതുവിന് അനുകൂലമായിട്ട് നിന്നു എന്ന് കരുതിയാൽ തന്നെ ഇപ്പോൾ ഇവിടെ കൊടുത്ത സമ്മതപത്രത്തിൽ ഗീതുവിന് വേണ്ടിയിട്ട് ആരൊപ്പിട്ടു? ഗീതുവിന് എന്തിന്, എങ്ങനെ ഒപ്പ് വന്നു, ആരൊപ്പിട്ടു എന്ന് ഗോവിന്ദ ചോദ്യങ്ങൾക്ക് മുമ്പിൽ പകച്ചു നിൽക്കുകയാണ് സുഹൃത്തുക്കളെ നമ്മുടെ രാധിക. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. സി യു അഗെയിൻ. താങ്ക് യു.